ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരം. രണ്ടാമത്തെ ചോദ്യം, പുതിയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിഷ്ണുദേവ് സായി. അടുത്ത ചോദ്യം, സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ക്രിക്കറ്റ്. 4. തിരുവിതാംകൂറിൽ അടിമത്ത നിരോധനം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1812. അഞ്ചാമത്തെ ചോദ്യം, കൊച്ചിയിൽ അടിമത്ത നിരോധനം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1847. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന കൃതി ഏത് നവോത്ഥാന നായകൻ്റേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പി സ്വാമി. അടുത്ത ചോദ്യം, 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിലമ്പൂർ. എട്ടാമത്തെ ചോദ്യം, യൂണിസെഫിൻ്റെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ന്യൂയോർക്ക്. ഒമ്പതാമത്തെ ചോദ്യം, സിൻഗ്രൗളി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ഉൽപാദന ഘടകങ്ങൾ, അതായത് ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭകത്വം എന്നിവയിൽ നിന്നുള്ള വരുമാനം അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഘടക വരുമാനം. 11ാമത്തെ ചോദ്യം, ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര്. ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്ഥിര വിനിമയ നിരക്ക്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ഥിര വിനിമയ നിരക്ക്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലാണെങ്കിൽ സ്ഥിര വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന സ്ഥാപനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ധനകാര്യ മന്ത്രാലയം. 13ാമത്തെ ചോദ്യം, ടിസ്കോ അഥവാ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായ വർഷം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1907. 14. രാസ്ത് ഗഫ്താർ എന്ന ദ്വിവാരികയുടെ പത്രാധിപർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മൗലാന ദാദാഭായ് നവറോജി. അപ്പോൾ ദാദാഭായ് നവറോജിയാണ് രാസ്ത് ഗഫ്താർ എന്ന ദ്വിവാരികയുടെ പത്രാധിപർ. 15ാമത്തെ ചോദ്യം, ഗാന്ധിയൻ ആസൂത്രണത്തിൻ്റെ പിതാവ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, എസ് അഗർവാൾ. അപ്പോൾ എസ് അഗർവാൾ ആണ് ഗാന്ധിയൻ ആസൂത്രണത്തിൻ്റെ പിതാവ്. 16. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ജൂൺ 29. 17. റാഡിക്കൽ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ജനകീയ പദ്ധതി. 18ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ ബി, കുമിളി. ഇപ്പോൾ കുമിളിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്. 19ാമത്തെ ചോദ്യം, കേരള പബ്ലിക് സർവീസ് ആക്ട് പാസ്സായ വർഷം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1968. 20ാമത്തെ ചോദ്യം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗവർണർ. അപ്പോൾ ഗവർണറാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. 21ാമത്തെ ചോദ്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 243(1). അപ്പോൾ 243(1)ലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി 22ാമത്തെ ചോദ്യം, 6ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, എസ് എം വിജയാനന്ദ്. ഇപ്പോൾ എസ് എം വിജയാനന്ദാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലയിൽ വരുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, അഹമ്മദാബാദ്. 24ാമത്തെ ചോദ്യം, 2023 അർജുന പുരസ്കാരം നേടിയ മലയാളി. അപ്പോൾ 2023 അർജുന പുരസ്കാരം നേടിയ മലയാളി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ശ്രീശങ്കറാണ്. അപ്പോൾ എം ശ്രീശങ്കറാണ് 2023 അർജുന പുരസ്കാരം നേടിയ മലയാളി. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പം ഇത്
രണ്ടും ശരിയാണ്. ഇതാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. അതായത് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അഡ്വക്കേറ്റ് ജനറലിന് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. രണ്ടും ശരിയായ പ്രസ്താവനകളാണ്.